ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അധിനിവേശങ്ങൾ ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ രണ്ട് പിതാക്കന്മാരും വളരെയധികം ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ജാതി ചിന്തകൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഒരു മതേതര രാജ്യത്ത് സംഭവിക്കേണ്ടതല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയതയെ കൂടുതൽ വളർത്താനും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നിട്ടുണ്ട്. അതിനെ ഗവൺമെന്റ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അത്തരം പ്രവണതകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. ഈ ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളിൽ നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രക്ഷോഭങ്ങളും നടന്നു. ഈ ഒരു വഖഫ് ബോർഡിന്റെ ഈ ഒരു അധിനിവേശം അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, കത്തോലിക്ക സഭയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നും ഒരു മതേതരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരുമായി ചേർന്ന് പോകാനും ഒക്കെയുള്ള ഒരു ഔന്നിത്യം എല്ലാ കാലഘട്ടങ്ങളിലും കത്തോലിക്ക സഭ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ രാജ്യത്തെ മതേതര സമീപനങ്ങൾ എല്ലാ മതങ്ങളെയും അവരുടേതായ രീതിയിൽ ഉൾക്കൊള്ളാനും അവർക്ക് അവരുടേതായ പരിഗണന കൊടുക്കാനും ഒക്കെയുള്ളൊരു ഇത് കാണിച്ചിട്ടുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സഭ അത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ മതേതര നിലപാട് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അപ്പൊ നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ മറ്റു മതസ്ഥർക്ക് പ്രാർത്ഥനാലയം കൊടുക്കണമെന്നാണോ? അല്ല, കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കത്തോലിക്ക സഭയാണ്. പള്ളികളോടൊപ്പം പള്ളിക്കൂടം, അതോടൊപ്പം തന്നെ ആതുരാലയങ്ങൾ, അതൊന്നും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ അത്തരം സേവന സമീപനമാണ് കത്തോലിക്ക സഭ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാ മതങ്ങളെയും അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സമീപനം എന്തായാലും കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാവും. അതിനകത്തൊരു ഏതെങ്കിലും തരത്തിലുള്ള അതിർവരമ്പുകൾ ഉണ്ടാകും എന്ന് ഒരു കത്തോലിക്ക വിശ്വാസിയായി ഞാൻ കരുതുന്നില്ല. ആളുകളായിട്ടുള്ള ഒരു ആശങ്ക അതിന് നിയമസഭയിലെ അങ്ങയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഞങ്ങളത് ശക്തമായിട്ട് ആവശ്യപ്പെടും. കഴിഞ്ഞ പ്രാവശ്യം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമരത്തിന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ടായിരുന്നു. ഇന്ന് ഇതിന്റെ സമാപന പ്രസംഗത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ട് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നില്ല? ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഇതൊരു അടയിരിക്കേണ്ട സ്ഥാനമല്ല, ഇത് പ്രസിദ്ധീകരിക്കണം. അത്രയോ പൈസ മുടക്കിയിട്ടുള്ളൊരു വർക്കാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രസിദ്ധീകരിക്കണം, അതിന്റെ ശുപാർശകൾ നടപ്പിലാക്കണം. അത് ഗവൺമെന്റാ പറയേണ്ടത്. ഗവൺമെന്റ് എന്തോ ഭയപ്പെടുന്നു. പിതാവ് പറഞ്ഞൊരു ആശങ്ക അത് അസ്ഥാനത്ത അല്ല എന്ന് പിതാവ് പറഞ്ഞത് വളരെ നല്ലൊരു സ്റ്റെപ്പാണ്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് സമൂഹത്തിന് നന്മകൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ഏറ്റവും നവീനമായ ആശയങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒട്ടനവധിയായ തീരുമാനങ്ങളാണ് ഇന്നിവിടെ എടുക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് വളരെയേറെ അഭിമാനത്തോടെ ഓർക്കുന്നു. സഭയുടെ പാരമ്പര്യം, സഭയുടെ ചരിത്രം അതെല്ലാം നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ്, ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനെ കൂടുതൽ സുദൃഢമാക്കുക എന്നുള്ളതാണ് വിവിധങ്ങളായ തീരുമാനങ്ങളിലൂടെ ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സിറോ മലബാർ സഭ സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിശ്വമാനവികതയുടെയും മഹത്തായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ സഭാമക്കളും അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും അവരെ ഓർമ്മപ്പെടുത്തുന്ന ദൗത്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്ന വളരെ ഉദാത്തമായ മാതൃകൾ അവർക്ക് പ്രദാനം ചെയ്യുന്ന ഒട്ടേറെ കർമ്മനിരതമായിട്ടുള്ള ചിന്തകൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഈ സമ്മേളനം വളരെ താല്പര്യത്തോടെ ജനങ്ങളെ കാണുന്നു. ജനങ്ങളത് സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. അതുകൂടാതെ ജസ്റ്റിസ് കമ്മീഷന്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പ്രസിദ്ധമായിട്ട് ഇവിടെ പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് പ്രതികരിക്കാനുള്ള താങ്കളുടെ ഭാഗത്ത് എന്തെങ്കിലും സമ്മർദ്ദമൊക്കെ ഉണ്ടാവുമോ? നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ വളരെ ശക്തമായി ആവശ്യപ്പെട്ടതാണ്. ഈ റിപ്പോർട്ട് ജി.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്തുവിടുക, അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളൊരവസരം ഉണ്ടാക്കുക. അതിന് പൊതുവായൊരു ഡോക്യുമെന്റാണ്. അത് അറിയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഈ സമുദായത്തിന്റെ മാത്രം ആവശ്യമല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. വസ്തുതകൾ മനസ്സിലാക്കി വരും കാലഘട്ടങ്ങളിലേക്ക് നമ്മുടെ കേരള സമൂഹത്തെ കൂടുതൽ പോസിറ്റീവായി നയിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു റിപ്പോർട്ട് ഉപകരിക്കും. അതിന് സർക്കാർ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തി ഇത് പുറത്തുവിടാനുള്ള സൗമനസ്യം കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.